നമസ്കാരം, കലിക ന്യൂസിലേക്ക് സ്വാഗതം. ലോക ഇഡ്ഡലി ദിനത്തിൽ കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ, CDS, ICDS എന്നിവരുടെ നേതൃത്വത്തിൽ ഇഡ്ഡലി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വ്യത്യസ്തമായ രുചി വിഭവങ്ങൾ നാട്ടുകാർക്കിടയിൽ കൗതുകമുണർത്തി. ലോക ഇഡ്ഡലി ദിനത്തിൽ കടക്കൽ ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ, CDS, ICDS എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഇഡ്ഡലി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. 25ഓളം കുടുംബശ്രീ, CDS, ICDS അംഗങ്ങൾ അവരവരുടെ വീട്ടിലുണ്ടാക്കിയ വ്യത്യസ്തവും രുചികരവുമായ 40ൽ പരം വെറൈറ്റി ഇഡ്ഡലികൾ ലോക ഇഡ്ഡലി ദിനത്തിൽ കടക്കൽ ഗ്രാമപഞ്ചായത്തിനു മുന്നിൽ സംഘടിപ്പിച്ച സ്റ്റാളിൽ പ്രദർശിപ്പിച്ചു. കടക്കൽ ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ രാജേശ്വരി പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാർച്ച് 30 ലോക ഇഡ്ഡലി ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കടക്കൽ CDSഉം കടക്കൽ ICDSഉം കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മളിവിടെ ഈ ഇഡ്ഡലി ദിനമായിട്ട് ആദ്യം നടത്തുന്നത്. 40ൽ പരം ഇഡ്ഡലി വെറൈറ്റി, വ്യത്യസ്ത തരത്തിലുള്ള ഇഡ്ഡലികളാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ എല്ലാ CDS മെമ്പർമാരും, നമ്മുടെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ മുതൽ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള ഒരു സഹകരണം, ഇതോടൊപ്പം പഞ്ചായത്തും അംഗൻവാടികളും എല്ലാവരും തന്നെ ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നത്തെ ഈ ഇഡ്ഡലി ദിനമായിട്ട് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടി ഇതിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ജനപങ്കാളിത്തം കൊണ്ടും വേറിട്ട രീതിയിലുള്ള ഇഡ്ഡലികൾ ജനങ്ങൾക്ക് കൗതുകകരമായി. ഇതിൽ ഏറെ ശ്രദ്ധേയമായത് പാലക്കാട് ജില്ലയിലെ രാമശ്ശേരി ഇഡ്ഡലിയാണ്. ശംഖുപുഷ്പം ഇഡ്ഡലി, മാംഗോ ഇഡ്ഡലി, സോയോ ബോൾ, ഡൽഹി കൂരവിഡ്ഡലി കാണികൾക്ക് ഏറെ കൗതുകമായി. ഇത് പാലക്കാടിന്റെ സ്വന്തം രുചിയാണ്. രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറയും. അതാണ് ഇത്. അത് നല്ല, നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന മാവിന്റെ അതുപോലെ അല്ല ഉണ്ടാക്കുന്നത്. അത് വേറെ ചേരുവകൾ ചേർത്താണ് ഉണ്ടാക്കുന്നത്. നല്ല രുചിയാണ്. നല്ല പഞ്ഞി പോലെ ഇരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ ഉള്ളത് ചീരയാണ്. സാധാരണ ചീര അരിഞ്ഞിട്ട് അരച്ച് ഇഡ്ഡലി മാവിന് ചേർത്തിട്ട് പുഴുങ്ങിയെടുക്കുന്നത് ചീര ഇഡ്ഡലി. അത് കുട്ടികൾക്ക് നല്ല ആരോഗ്യമുള്ള, ചീരയൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. പക്ഷെ ഇഡ്ഡലി ആണെങ്കിൽ അവർ കറക്റ്റായിട്ട് അത് കഴിക്കും. മുതിർന്നത് രാമശ്ശേരി ഇഡ്ഡലിയാണ്. അതായത് പാലക്കാടിന്റെ തനത് രുചിയാണ്. പാലക്കാടിലുള്ള ഒരു സ്ഥലമാണ് ഈ രാമശ്ശേരി. അവിടെ മാത്രമേ ഇത് കിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചരി, ഇഡ്ഡലിയുടെ പച്ചരിയും ഉഴുന്നും പിന്നെ പൊന്നിയരിയും ഉണ്ട്. ആ പൊന്നിയരിയും കൂടെ കുതിർത്താണ് ഇത് അരയ്ക്കുന്നത്. പൊന്നിയരി ഇല്ലെങ്കിൽ നമുക്ക് ചൗരി വേണമെങ്കിലും കുതിർത്തിട്ട് ഇതിനകത്ത് ഉപയോഗിക്കാം. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മാവ് അരച്ചെടുക്കുമ്പം ഒട്ടും മാവ് ചൂടാവാൻ പാടില്ല. അതിന് ഒന്നി ഐസ് കട്ടയോ ഐസ് വാട്ടറോ ഇട്ടിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത് ഒരു 8 മണിക്കൂർ പുളിക്കാൻ വെച്ചിട്ട് സാധാരണ പോലെ അതിന്റെ തട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി കുട്ടത്തിൽ വെച്ചിട്ട് വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം. അല്ലെങ്കിൽ മൺകലത്തിൽ വെള്ളം വെച്ചിട്ട് അതിന്റെ മണ്ടയിൽ നമ്മൾ ചിരട്ട പുട്ട് പുഴുങ്ങുന്നത് പോലെ തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. പാലക്കാടൊക്കെ അങ്ങനെയാണ് എടുക്കുന്നത്. ഒരു പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാണ് എടുക്കുന്നത്. നമ്മളെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇഡ്ഡലി കുട്ടത്തിലാണ് ഇത് പുഴുങ്ങിയിരിക്കുന്നത്. പക്ഷെ നല്ല മാവ് അരച്ചെടുക്കുന്നതിൽ സാധാ ഇഡ്ഡലി മാവിന്റെ പരുവത്തിനല്ല അരച്ചെടുക്കാനുള്ളത്. കുറച്ചും കൂടെ ക്രീമി ആയിട്ടിരിക്കണം. മറ്റേത് കുറച്ച് തരിതരിപ്പായിട്ടല്ലേ ഇരിക്കുന്നത്. അങ്ങനെ വേണ്ട, ഇത് കുറച്ചുകൂടെ ക്രീമി ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് വേവിച്ചെടുക്കാനും ഇത് തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 7-8 മിനിറ്റിനകത്ത് ഇത് വേവ് വെന്ത് നല്ലതായിട്ട് തട്ടില് നെയ്യോ എണ്ണയോ പുരട്ടിയിട്ട് എടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇണക്കി എടുക്കാനും പറ്റും. അത്രേ ഉള്ളൂ. അതാണ് നല്ല രുചിയാണ്. കഴിക്കാൻ നേരം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. സാധാ ഇഡ്ഡലി പോലെയല്ല, നല്ല സ്പോഞ്ച് ആയിട്ടിരിക്കും. മാർച്ച് 30 ഇഡ്ഡലി ദിനമായി ആചരിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ കടക്കൽ CDSന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ 10 അംഗൻവാടിയിൽ നിന്ന് റാഗി ഉൾപ്പെടെയുള്ള റാഗി, അതുപോലെ തന്നെ നമ്മളെ THRS മിക്സ് ഉൾപ്പെടെയുള്ള പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയ ഇഡ്ഡലിയുടെ 10 പ്രദർശനത്തിൽ നമ്മളിവിടെ കടക്കൽ പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കടക്കൽ CDSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഡ്ഡലി ഫെസ്റ്റാണിത്. ഇതിൽ പല വെറൈറ്റീസ് ഓഫ് ഇഡ്ഡലീസ് ആണ് ഇവിടെ കുടുംബശ്രീ പ്രവർത്തകരും അംഗൻവാടി വർക്കേഴ്സും ICDSുമായിട്ട് ചേർന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 35 തരത്തിൽ പരം വെറൈറ്റി ഇഡ്ഡലീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്രയാണ് പറയാനുള്ളത്. ഇതിപ്പോ ഇവിടെ പ്രധാനമായിട്ടും കൊണ്ടുവന്നത് റവ ഇഡ്ഡലി, രാമശ്ശേരി ഇഡ്ഡലി, ഓട്സ് ഇഡ്ഡലി, ചീര തന്നെ ഇലവർഗത്തിൽപ്പെട്ട മുരിങ്ങയില, ചീര, അങ്ങനെ സെപ്പറേറ്റ് വെറൈറ്റീസ് ഓഫ് ഇല വർഗ്ഗങ്ങൾ ചേർത്ത ഇഡ്ഡലി. പിന്നെ വെജിറ്റബിൾസിൽ ക്യാരറ്റ്, ഓട്സ്,
ചുണ്ടയ്ക്ക, മാങ്ങ, ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളതുണ്ട്. മാങ്ങ, പിന്നെ ശർക്കര ഇഡ്ഡലി ഉണ്ട്. പിന്നെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെമ്പരത്തിപ്പൂ, തെച്ചിപ്പൂ, പിന്നെ ശംഖുപുഷ്പം വെച്ചിട്ടുള്ള ഇഡലി, അശോകപ്പൂ ഇഡലി, പിന്നെ സോയാബീൻ ഇഡലി, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഇഡലീസ് ആണ്. ചെമ്പരത്തിപ്പൂ ഇഡലി അതൊക്കെ ഒത്തിരി നോർമലി എല്ലാരും ചെയ്യാത്തതാണ്. പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഇഡലി, എള്ള് ഇഡലി ഉണ്ടായിരുന്നു, മസാല ഇഡലി ഉണ്ടായിരുന്നു, മുട്ട ഇഡലി, പിന്നെ പാൽ ഇഡലി, മാഗി നൂഡിൽസ് വെച്ചിട്ട് നോർമലി കുട്ടികൾക്ക് നൂഡിൽസാ കൊടുക്കുന്നത്. അത് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ഇഡലി ആയിട്ടാണ് മാഗി വെച്ചിട്ടുള്ള ഇഡലി. അങ്ങനെ നമ്മൾ ആരും കഴിക്കാത്ത രാമശ്ശേരി ഇഡലി വരെ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇഡലിക്ക് സൈഡ് ഡിഷ് ആയിട്ട് പല വെറൈറ്റീസ് ഓഫ് ചട്നീസും കറികളുമാണ് കൊണ്ടുവന്നത്. പാലക്കാടൻ സ്റ്റൈലിലുള്ളത് മുതൽ തമിഴ്നാട് അങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലുള്ള സൈഡ് ഡിഷ് ആയിട്ടുള്ള കറികളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയാണ് പ്രധാനമായിട്ടുള്ളത്. 10 ഐറ്റമായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഉദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പാല്, പിന്നെ റവ, പാലുൽപ്പന്നങ്ങൾ, അങ്ങനെ ഇതെല്ലാം ചേർക്കുന്ന 10 ഐറ്റം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്റെ പേര് സുനിത. ഞാൻ കടയ്ക്കൽ അംഗൻവാടിക്കാരുടെ ലീഡറാണ്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഇന്ന് മാർച്ച് 30 ലോക ഇഡലി ദിനവുമായി ബന്ധപ്പെട്ട് വിവിധ CDSകളിലായി ലോക ഇഡലി ഫെസ്റ്റ് നടത്തി വരുന്നുണ്ട്. പല ജില്ലയിലെ തന്നെ പല പഞ്ചായത്തുകളിൽ ഇന്ന് ഈ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ ചടയമംഗലം ബ്ലോക്കില് കടയ്ക്കൽ പഞ്ചായത്തിലാണ് ഇന്ന് ഈ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കടയ്ക്കൽ കുടുംബശ്രീ CDSന്റെയും ICDSന്റെയും ഒരു സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതൊരു 40ഓളം വെറൈറ്റീസ് ഇഡലി ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. വളരെ കൗതുകകരമായ കാഴ്ച തന്നെയായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഒരുപാട് കുടുംബശ്രീ അംഗങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. സംരംഭ ഗ്രൂപ്പുകളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ നമുക്ക് കടയ്ക്കൽ കുടുംബശ്രീ CDSന് ഈ ഒരു ഇന്നത്തെ ലോക ഇഡലി ദിനത്തോടനുബന്ധിച്ചുള്ള ഈ ഫെസ്റ്റ് നന്നായി തന്നെ ആസൂത്രണം ചെയ്ത് പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ചില വെറൈറ്റി ഏറ്റവും ആകർഷകമായിട്ടുള്ള ചില വെറൈറ്റി ആയിട്ടുള്ള ഇഡലികൾ എന്ന് പറയുന്നത് രാമശ്ശേരി ഇഡലി, ശംഖുപുഷ്പം ഇഡലി, പിന്നെ വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള ഇഡലി, ചെമ്പരത്തി ഇഡലി, അങ്ങനെ പലതരത്തിലുള്ള മാഗി ഉൾപ്പെടെ ഓട്സ് ഒക്കെ ഉൾപ്പെടെയുള്ള ഇഡലികള് ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനോട് ഒക്കെ കിടപിടിക്കുന്ന തരത്തിലുള്ള കറികളൊക്കെ തന്നെയായിരുന്നു ഇതിന് ഉണ്ടായിരുന്നത്. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇന്ന് ഈ ഇഡലി ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതില് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തില് വളരെയധികം നന്ദി കുടുംബശ്രീ CDS കടയ്ക്കൽ CDS അറിയിക്കുന്നു.